പാലക്കാടൻ പാടവരമ്പിലെ ഇരുട്ടിൽ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു കഥയുണ്ട്. കാലങ്ങളായി നമ്മൾ കേട്ടുവരുന്നതാണ്. മനുഷ്യൻ പെട്ടെന്ന് രൂപം മാറി മൃഗമായി മാറുന്ന കഥ. കേരളത്തിന്റെ മലയാളിയുടെ സ്വന്തം പേടി സ്വപ്നമായ ഒടിയന്റെ കഥ. പക്ഷെ അത് വെറും ഒരു കെട്ടുകഥയല്ല, വളരെ ഒരു മുത്തശ്ശി കഥകളുടെ നൊസ്റ്റാൾജിയ പോലെയൊക്കെയാണ്. ആ ഒരു ഒടിയനെ ആദ്യമായി സിനിമയിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ ലാലേട്ടനാണ്. അതായത് ഒടിയന്റെ ഒരു ഫുൾ സിനിമ. പക്ഷെ കഥ അവിടെ തീർന്നില്ല. സത്യം പറഞ്ഞാൽ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അതേ കഥാപാത്രമായ ഒടിയന് കുറച്ചുകൂടി ഡാർക്കായ സിനിമകൾ തരാൻ മലയാളത്തിലെ മറ്റ് രണ്ട് വലിയ താരങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ വെറും ഒരു ഫാൻ ഫൈറ്റായി കാണരുത്. ഒടിയൻ എന്ന മിത്തിനെ ആര് എങ്ങനെ പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കും എന്നതിൻ്റെ ഒരു പോരാട്ടമാണിത്. മോഹൻലാൽ, പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, ഈ 3 പേരുകളിലൂടെ മലയാളത്തിൻ്റെ ഫാൻറ്റസി സിനിമയുടെ 3 ഡിഫറൻറ്റ് രീതികൾക്കാണ് നമ്മൾ സാക്ഷിയാകാൻ പോകുന്നത്. അപ്പോൾ ആരാണ് ആ പേടിയെ ശരിക്കും പിടിച്ചു കെട്ടാൻ പോകുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായി ബേസിക്സിലേക്ക് വരാം. ആരാണ് ഈ ഒടിയൻ എന്ന് കുറച്ചെങ്കിലും അറിഞ്ഞാൽ മാത്രമേ ഏത് ഒടിയൻ സിനിമയാണ് അല്ലെങ്കിൽ ഏത് കഥയാണ് ആളുകൾക്ക് കൂടുതൽ കണക്ട് ആകുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ഹോളിവുഡിലെ വെയർവൂൾഫ് ഉള്ളതുപോലെ മലയാളത്തിൽ, അതായത് കേരളത്തിന്റെ സ്വന്തം രൂപം മാറുന്ന ആളാണ് ഒടിയൻ. പണ്ട് ഈ വള്ളവനാട്ടിനും പാലക്കാടും ഒക്കെ ഒടിവിദ്യ അറിയാവുന്നവർ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതായത് ഈ വിദ്യ ഉപയോഗിച്ച് രാത്രിയിൽ അവർക്ക് ഇഷ്ടമുള്ള മൃഗമായി, പ്രത്യേകിച്ച് കാളയോ പോത്തോ ആയി മാറാൻ കഴിയുമായിരുന്നു. ആളുകളെ പേടിപ്പിക്കാനും ചിലപ്പോൾ ശത്രുക്കളെ ഇല്ലാതാക്കാനും ഒക്കെ ആയിരുന്നു അവർ ഇത് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ പിന്നീട് രാത്രി നടക്കുന്ന ദുരൂഹ മരണങ്ങളെല്ലാം ഒടിയന്റെ തലയിലായി. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് യക്ഷി, മറുത, ചാത്തം പോലെയുള്ള മനുഷ്യരല്ലാത്ത ഒരുതരം നിഗൂഢ സ്വഭാവമുള്ള ആളുകളാണ് ഈ ഒടിയന്മാർ എന്നുള്ള അന്ധവിശ്വാസം കഥകളായി മാറി. അങ്ങനെ ചരിത്രവും കഥയും അന്ധവിശ്വാസവും മിക്സായ ഈ ഒരു കോംപ്ലക്സ് പ്ലോട്ടിനെയാണ് അല്ലെങ്കിൽ ഈ മിത്തിനെയാണ് നമ്മുടെ സിനിമ ക്യാൻവാസിൽ പകർത്താൻ ശ്രമിച്ചത്, ഇപ്പോൾ വീണ്ടും ശ്രമിക്കുന്നത്. 2018 ഒടിയൻ എന്ന സിനിമ വന്ന ഒരു ഉത്സവ പ്രഖ്യാപനം പോലായിരുന്നു. ഭൂമിയിലെ അവസാനത്തെ ഒടിയനായ മാണിക്കനായി സാക്ഷാൽ മോഹൻലാൽ വരുന്നത് ഒരു വലിയ പ്രതീക്ഷ നൽകി. സിനിമയുടെ റെക്കോർഡ് കളക്ഷനൊക്കെ നേടിയിരുന്നു. മാണിക്കനായുള്ള മോഹൻലാലിൻ്റെ രൂപമാറ്റം വലിയ ചർച്ചയായി. പുതിയ ലുക്കിനെ കുറിച്ചൊക്കെ വിമർശനങ്ങൾ വന്നെങ്കിലും മോഹൻലാലിൻ്റെ അഭിനയം ഗംഭീരമായിരുന്നു. പക്ഷേ മനസ്സിലൊരു ചോദ്യം മാത്രം ബാക്കിയായി. നമ്മൾ ഇത്രയും കാലം കാത്തിരുന്ന ഒടിയൻ ഇതായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഡാർക്ക് ഹൊറർ അനുഭവമായിരുന്നു. എന്നാൽ ഇത് കിട്ടിയ ഒരു പ്രതികാര കഥയിൽ ഒതുങ്ങിയ ഒരു മാസ് ഡ്രാമ. ഒടിയൻ എന്ന മിത്തിലെ യഥാർത്ഥ പേടി നമ്മളിലേക്ക് എത്തിക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചില്ല. അതൊരു വിമർശനം തന്നെയാണ്. എങ്കിലും ആ സിനിമ ഒരു വലിയ വാതിൽ തുറന്നു. മലയാളത്തിന് സ്വന്തമായ ഒരു ഫാന്റസി ലോകം സാധ്യമാണെന്ന് ആ സിനിമ തെളിയിച്ചു. ഇവിടെയാണ് കഥയിൽ യഥാർത്ഥ ട്വിസ്റ്റ് വരുന്നത്. ഒടിയൻ വീണ്ടും സിനിമയാകുന്നു. ഇത്തവണ ഒഫീഷ്യലായിട്ട് തന്നെ. സംവിധാനം, ഭൂതകാലം, പ്രമേയം എന്നിവയിലൂടെ നമ്മളെ പീഡിപ്പിച്ച രാഹുൽ സദാശിവൻ ഒടിയനായി എത്തുന്നത് സാക്ഷാൽ പൃഥ്വിരാജ് സുകുമാരൻ. ഇത് വെറും ഒരു വാർത്തയല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. രാഹുലിന്റെ കയ്യിൽ ഒടിയൻ എത്തുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരു പക്ക ഡാർക്ക് വേർഷനാണ്. പൃഥ്വിരാജ് എന്ന നടനും കരൺ ജോറിന്റെ ധർമാർ പ്രൊഡക്ഷൻസും ചേരുമ്പോൾ അതൊരു പാൻ ഇന്ത്യൻ സൈക്കോളജിക്കൽ ഹൊറർ അനുഭവമായിരിക്കും എന്ന് കരുതാം. 2018 ഒടിയനിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ കൂടുതൽ ആഴമുള്ള ഒരു സിനിമയായിരിക്കും ഇത്. ലോക ചാപ്റ്റർ 1 ചന്ദ്രയിലൂടെ നമ്മൾ ദുൽഖറിന്റെ ഒരു ഗംഭീര ക്യാമിയോ കണ്ടാണ്. അതായത് വരാനിരിക്കുന്ന ലോകയുടെ സിനിമകളിലെ ഒരു പ്രധാന കഥാപാത്രം, പേര് ചാർലി. പക്ഷെ അത് ശരിക്കും ഒടിയന്റെ ഒരു രൂപമായിരുന്നു. ദുൽഖർ സൽമാൻ ഇന്നൊരു പാൻ ഇന്ത്യൻ താരമാണ്. വ്യത്യസ്തമായ പ്രൊജക്ടുകളിലൂടെ വെറൈറ്റി റോളുകൾ ചെയ്യാനും അദ്ദേഹത്തിന് മടിയില്ല. ദുൽഖർ ഒടിയനായി വരുമ്പോൾ അത് ഒരുപക്ഷെ കൂടുതൽ സ്റ്റൈലിഷും പുതിയ തലമുറയ്ക്ക് എളുപ്പം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നുമായിരിക്കും. ലോകയുടെ 2ാം ഭാഗമായ ചാത്തനിൽ ദുൽഖർ ഒടിയനായി ഒരു വലിയ റോൾ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഓൾറെഡി ടീസറുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒടിയൻ എന്ന മിത്തിനെ ഒരു സൂപ്പർ ഹീറോ അവതരിപ്പിക്കാൻ ദുൽഖറിന് കഴിയും. ദുൽഖറിന്റെ ഒടിയൻ എന്ന ആശയം മലയാള സിനിമയുടെ ഗ്ലോബൽ സാധ്യതയെക്കുറിച്ചുള്ള ഒരു ഭാവനയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ 3 സിനിമകളിലെ ഒടിയന് 3 സ്വഭാവമാണ്. ഒടിയൻ റിയലിസ്റ്റിക് ആയിട്ട് ലാലേട്ടൻ, ഒടിയൻ ഹൊറർ ആയിട്ട് പൃഥ്വി, ഒടിയൻ സൂപ്പർ ഹീറോ ആയിട്ട് നമ്മുടെ ദുൽഖർ. അപ്പം പല സിനിമകളാണെങ്കിൽ ഇതിന്റെ കോൺസെപ്റ്റ് വൈസ് നല്ല രസകരമായ ഒന്നാണ്. അതുകൊണ്ട് ഇത് ആരാണ് മികച്ച ഒടിയൻ എന്നതിനെക്കുറിച്ചുള്ള വഴക്കല്ല, പകരം ഒരു കഥയ്ക്ക് എത്രയെത്ര വ്യത്യസ്ത മുഖങ്ങൾ കൊടുക്കുക എന്നതിൻ്റെ ഒരു ചർച്ചയാണ്. മോഹൻലാലിന്റെ ഒടിയൻ ആ മിത്തിനെ വലിയൊരു വിഭാഗം ആളുകളിലേക്ക് എത്തിച്ചു. പൃഥ്വിരാജും രാഹുൽ സദാശിവനും ഒന്നിക്കും ആ കഥയുടെ ഇരുണ്ട ഭാവം തിരിച്ചു പിടിക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ ദുൽഖർ സൽമാൻ നമ്മുടെ ഒടിയനെ, നമ്മുടെ നാടൻ കഥയെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റൈലിഷ് സിനിമയാക്കി മാറ്റാനുള്ള ചിന്തയാണ് നമുക്ക് തരുന്നത്. ഈ കളിയിൽ ആര് ജയിച്ചാലും അവസാനം ജയിക്കുന്നത് ഒടിയൻ എന്ന കഥയും നമ്മുടെ മലയാള സിനിമയുമായിരിക്കും. ചോദ്യം ഒന്നേ ഉള്ളൂ, പല ഭാവങ്ങളിൽ വരുന്ന ഈ സിനിമകളിൽ ഏത് കാണാനാണ് നിങ്ങൾ കൂടുതൽ കാത്തിരിക്കുന്നത്? ഒടിയൻ എന്ന മിത്തിന് ഏറ്റവും ചേർന്ന മുഖം ആരുടേതാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.